നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 306th day. Today 77th sloka of 4th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 306 ദിവസം. ഇന്ന് 4ാമത്തെ അധ്യായത്തിലെ 77ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതി വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. ഓം കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 4ാമത്തെ അധ്യായത്തിലെ 77ാമത്തെ ശ്ലോകം. തദ്വാക്യം ദുസമാകർണ്യ ഹന്തുകാമപിതാ ബ്രവീത്. കിം കർത്തവ്യം വനേതാത തത്വം വദ സവിസ്തരം. തദ്വാക്യം ദുസമാകർണ്യ ഗന്ധുകാമപിതാ ബ്രവീത്. കിം കർത്തവ്യം വനേതാത തത്വം വദ സവിസ്തരം. ഓം തത്സത്. ഇങ്ങനെയുള്ള ഗോകർണൻ്റെ വാക്യങ്ങൾ കേട്ടിട്ട് അത് ശരിയാണ് എന്ന് തോന്നി വനത്തിലേക്ക് പോകുവാനായിട്ട് ആത്മദേവൻ തയ്യാറായി. വനത്തിലേക്ക് പോകാൻ തയ്യാറായ ആത്മദേവൻ മകനോട് ചോദിക്കുകയാണ്, ഞാൻ വനത്തിൽ പോയിട്ട് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നത് എനിക്ക് വിസ്തരിച്ച് പറഞ്ഞു തന്നാലും. വനത്തിലേക്ക് പോകാനായി ഒരുങ്ങിക്കൊണ്ട് ആത്മദേവൻ ചോദിക്കുകയാണ്, ഞാൻ വനത്തിൽ പോയാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്ക് വിസ്തരിച്ച് പറഞ്ഞു തന്നാലും. സന്താനമുണ്ടായാൽ എല്ലാമായി എന്നു കരുതി സന്താനത്തിന് വേണ്ടി അങ്ങേയറ്റം പരിശ്രമിച്ച് ഒരു സന്താനത്തെ ലഭിച്ചപ്പോൾ ആ സന്താനത്താൽ ഉണ്ടായ ദുരിതങ്ങളും ദുഃഖങ്ങളും കഷ്ടതകളും അനുഭവിച്ച് വളരെയേറെ വിഷമിച്ചിരിക്കുന്ന ആളായിട്ടാണ് ഇപ്പോൾ നാം ആത്മദേവനെ കാണുന്നത്. സന്യാസി പറഞ്ഞിട്ടും കേൾക്കാതെ സന്താനം ഉണ്ടായേ പറ്റൂ എന്ന് വാശി പിടിച്ച് ഉണ്ടായതാണ് ദുന്ദുകാരി എന്ന സന്താനം. സന്യാസി കൊടുത്ത ഫലത്തിലല്ല, മറിച്ച് ഭാര്യയുടെ അനുജത്തിയുടെ പുത്രനെ കള്ളത്തരമായി സന്താനം എന്ന് പറഞ്ഞ് ഭാര്യ കാണിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ആ സന്താനത്താൽ വളരെയേറെ ദുഃഖം അനുഭവിക്കേണ്ടി വന്ന ആത്മദേവൻ ഇപ്പോൾ പശുവിലുണ്ടായ പുത്രനായ ഗോകർണൻ്റെ ഉപദേശം കേട്ട് കാട്ടിലേക്ക് പോകുവാനായി തയ്യാറെടുക്കുകയാണ്. മനുഷ്യ മനസ്സുകളുടെയും ജീവിതങ്ങളുടെയും വിചിത്രതയാണ് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. തദ്വാക്യം ദുസമാകർണ്യ ഗന്ധുകാമപിതാ ബ്രവീത്. കിം കർത്തവ്യം വനേതാത തത്വം വദ സവിസ്തരം. വിസ്തരിച്ച് എനിക്ക് പറഞ്ഞു തന്നാലും എന്നാണ് പറയുന്നത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീമദ് മഹാഭാഗവതത്തിൽ ഈ ശ്ലോകം ഭഗവാന്റെ സമർപ്പിക്കുന്നു ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. എല്ലാവർക്കും എല്ലാവിധ നന്മയും ആയുരാരോഗ്യ സൗഖ്യവും ഉണ്ടാകാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം തത്സത്.